ഷബീർ സൂചിപ്പിച്ചതുപോലെ വിവരിക്കാനാവില്ല നമുക്ക് ഈ ദൃശ്യങ്ങൾ. നമ്മുടെ കണ്ണീർ മഴയായി വയനാട് മാറുമ്പോൾ അതിനെ എന്ത് വാക്കുകൾ ഉപയോഗിച്ച് വിവരിക്കും? അതാണ് ഈ കാഴ്ചക്കാരിലും ഒരുപക്ഷെ നേരിട്ടവിടെ ഉള്ളവർ എത്ര കണ്ട് വലിയ വേദനയർപ്പിക്കുന്നു. ബന്ധപ്പെട്ടവരും സുഹൃത്തുക്കളും ഉറ്റവരും ഉടയവരുമെല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ അത് ഒരു പ്രദേശമാകെ ഇങ്ങനെ ഒരു കണ്ണീർ മഴയായി പോകുമ്പോൾ വിവരിക്കാനാവാത്ത, നമുക്ക് മുന്നിൽ മറ്റ് മാതൃകകളില്ലാത്ത ഒരു ദുരന്തമായി ഇത് മാറുന്നു എന്നതാണ്. മഹാദുരന്തം പെയ്തിറങ്ങിയ ഒരു ദിനം പിന്നിടുകയാണ്. ഇന്നും രക്ഷാപ്രവർത്തനം ദൗത്യങ്ങൾ തുടരുന്നു. 100ഓളം പേരെ ഇനിയും നമുക്ക് കണ്ടുകിട്ടാനുണ്ട്. എവിടെ പോയി ഇവർ? അവരുടെ ജീവിതാവസ്ഥ എന്താ എന്ന ചോദ്യം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇതിനിടയിലാണ് കിലോമീറ്ററുകളോളം ഒഴുകുന്ന പുഴയ്ക്കൊടുവിൽ പോത്തുകലിൽ നിന്നും മലപ്പുറം ജില്ലയിലെ പോത്തുകലിലെത്തുന്ന ഈ പുഴ ചാലിയാർ ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും മൃതദേഹങ്ങൾ ലഭ്യമാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിലുള്ള കണക്കുകൾ യഥാർത്ഥ കണക്കുകളല്ല. ഇനിയും എത്രയോ വലിയ വ്യാപ്തിയിലേക്ക് ഈ ദുരന്തം മാറുന്നു എന്ന കാര്യം കൂടി നമുക്ക് മുന്നിൽ ഉണ്ട് എന്ന വസ്തുത കൂടിയുണ്ട്. CP അനുമോദുണ്ട്. അനുമോദ് മുണ്ടക്കൈ ഭാഗത്താണുള്ളത്. മുണ്ടക്കൈ സമാനതകളില്ലാത്ത ദുരന്ത മേഖലയായി ഒരു ഗ്രാമത്തെ അപ്പാടെ മലവെള്ളപ്പാച്ചിൽ വിഴുങ്ങിയ ഇടമാണ്. അനുമോദ്, ദുരന്ത കാഴ്ചകൾ രാവിലെ മുതൽ കാണുകയാണ് നമ്മൾ. എന്താണ് അനുമോദ് നിൽക്കുന്ന ഇടത്തെ ഇപ്പോഴത്തെ അവസ്ഥ? മേപ്പാടി ഭാഗങ്ങളിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അവിടെ അത്തരം ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഈ ദുരന്ത മേഖലയിൽ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ. അവിടേക്കൊക്കെ എല്ലാവരും രക്ഷാപ്രവർത്തകർ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? സജിത്ത്, ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൈയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഒരു മസ്ജിദ് മേഖല, അതായത് ഏറ്റവും അധികം ഈ ഒരു ഉരുൾപൊട്ടലിന്റെ നാശമുണ്ടായ മേഖലയാണ് ഇത്. ഇവിടെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2.5 മണിക്കൂറായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെ ഉണ്ട്. കാരണം ഇവിടെ ഒരു വീടിന് മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇവിടെ 5 പേർ ഈ വീടിന് താഴെ കുടുങ്ങി കിടക്കുന്നു എന്നാണ് ഈ വീട്ടിലെ ഉടമസ്ഥൻ കൂടിയായ സഹോദരൻ പറഞ്ഞത്. അമ്മയും സഹോദരങ്ങളോടൊക്കെ 5 പേർ ഈ താഴെ കുടുങ്ങി കിടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ അവരെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുന്നത് ഈ കോൺക്രീറ്റ് പൊളിക്കുക വലിയ കഠിനമായ ഒരു ജോലിയാണ്. ഹാമർ മാത്രം ഉപയോഗിച്ച് മണിക്കൂറുകളായി തുടങ്ങിയ അധ്വാനമാണ്. ഇപ്പോഴും അത് ഫലപ്രാപ്തി എത്തിയിട്ടില്ല. കോൺക്രീറ്റ് കട്ടർ ഇവിടേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഈ താഴേക്കൊന്നും ഇത് എത്തിക്കാൻ ഇതുവരെ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഇത് ഈ സന്നദ്ധ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് ഫയർഫോഴ്സും മറ്റ് അനുബന്ധ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഈ കോൺക്രീറ്റ് കട്ടർ പോലെ വളരെ അത്യാവശ്യം വേണ്ട സാങ്കേതിക സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നില്ല എന്ന ചോദ്യം ആണ് ഉന്നയിക്കുന്നത്. വലിയ പ്രതിഷേധം. അതാ ഇപ്പോഴത്തെ കട്ടർ എത്തിയിട്ടുള്ളത് കോൺക്രീറ്റ് കട്ടറാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് അത്തരം സംവിധാനങ്ങളുമായിട്ടാണ് പുറപ്പെട്ടിരുന്നത് എന്ന് രഞ്ജിത്ത് സൂചിപ്പിക്കുകയും ചെയ്തു. അതിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ ഈ ഒരു തെരച്ചിലിന് ഏറ്റവും പ്രധാനം ഈ കോൺക്രീറ്റ് പൊളിച്ച് അതിനടിയിലേക്ക് ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സംവിധാനം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പൊളിച്ച് താഴേക്ക് ഇറങ്ങി അവരെ കണ്ടെത്തുക ഏറെ സമയമെടുത്തേക്കില്ല എന്നാണ് കരുതുന്നത്. വളരെ ശ്രമകരമായ ജോലിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ മുട്ടറ്റം ചളിയിൽ കുത്തിയൊലിക്കുന്ന വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നമുക്കറിയില്ല ഈ ഒരു മേഖലയിൽ എത്രമാത്രം അപകടമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഉൾക്കൊണ്ട് തന്നെയാണ് ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഇവിടെ നിന്ന് അവരുടെ ജീവന് പോലും വില കൽപ്പിക്കാതെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ ഒരു ഘട്ടം 2 ഘട്ടമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു കെട്ടിടത്തിന്റെ മുൻഭാഗം പൊളിച്ച് താഴേക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നിൽക്കുന്ന മേഖലയ്ക്ക് മുകളിൽ നിരവധി ഇടങ്ങളുണ്ട്, 30ഓളം വീടുകളുണ്ട്. അവിടേക്കും രക്ഷാപ്രവർത്തകർ പോയിട്ടുണ്ട്. അവിടെ ചില വീടുകളിലൊക്കെ ആളുകൾ കുടുങ്ങി കിടക്കുന്നുവെന്ന വിവരം നേരത്തെ തന്നെ സന്നദ്ധ പ്രവർത്തകരും സൈന്യമൊക്കെ നമ്മളോട് അറിയിച്ചിരുന്നു. അപ്പോൾ അവിടേക്കും ആളുകൾ പോയിട്ടുണ്ട്. ഇവരെ ഈ വീടുകൾക്കിടയിൽ നിന്നും ഇവരെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വലിയ ഒരു വെല്ലുവിളിയുള്ളത്. അത് കഠിനമായ സാഹചര്യമാണ്. നിലത്ത് ചവിട്ടി ഉറച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത്തരം പ്രവൃത്തികൾ വലിയ സാഹസത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും 200-ലധികം സന്നദ്ധ പ്രവർത്തകർ, അത് സൈന്യവും TRF വോളണ്ടിയേഴ്സും മറ്റ് പാർട്ടി പ്രവർത്തകരും എല്ലാം ഇവിടെ കൈമെയ് മറന്ന് ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ്. ഈ മണ്ണിൽ
ഓർമ്മയായി തീർന്ന ദൗർഭാഗ്യവന്മാരായ ആളുകൾക്ക് വേണ്ടി എന്താ കോൺക്രീറ്റ് ഉയർത്തുന്നതിന്റെ ദൃശ്യമാണ് കാണുന്നത്. ഒരു കോൺക്രീറ്റ് താഴെ വടം കെട്ടി മുകളിൽ തള്ളി അത് ഉയർത്താൻ ശ്രമിക്കുകയാണ്. ഒരു വലിയ കോൺക്രീറ്റ് ഉയർത്തുന്നു, അതായത് മേൽക്കൂരയാണ്, ഒരു വീടിന്റെ മേൽക്കൂരയാണ് അവർ ഉയർത്തുന്നത്. എത്രമാത്രം വലിയ എത്രമാത്രം വലിയ അധ്വാനമാണ്. ഒരു മനുഷ്യ എല്ലാവരും ഒരുമിച്ച് വലിക്കുന്നു, ഒരേ സമയം തന്നെ വടം വലിക്കുകയും അതേസമയം അതിൻ്റെ പുറകിൽ നിന്ന് അത് ഉയർത്തുകയും വേണം. അത്രമാത്രം കഠിനമായ ശാരീരിക അധ്വാനമുള്ള ഒരു പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. എല്ലാവരും ഒരേ മനസ്സോടെ കൈമൈ മറന്ന് ഇവിടെ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ്. നേരത്തെ ഈ വീടിൻ്റെ മുകളിലുണ്ടായിരുന്ന മേൽക്കൂര അത്തരത്തിൽ നീക്കം ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ വടത്തിൻ്റെ ഒരറ്റം ഉരുൾപൊട്ടി ഇറങ്ങിയതിൻ്റെ അങ്ങേ തലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ വടത്തിൻ്റെ രണ്ട് വശത്തും സന്നദ്ധ പ്രവർത്തകർ നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്നു. പിറകിൽ നിന്നും, അതായത് ഈ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ പിറകു വശം പൊന്തിച്ച് അതേ സമയം തന്നെ വടം വലിച്ച് ഇത് നീക്കം ഇതിനടിയിലേക്ക് പ്രവേശിച്ച് പരിശോധന നടത്താനുള്ള പരിശ്രമമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അതിതീവ്രമായ അധ്വാനമാണ്. നമുക്കറിയാം, ഇവിടേക്ക് യന്ത്ര സംവിധാനങ്ങൾ, ബെയിലി പാലം നിർമ്മിക്കാത്തതുകൊണ്ട് എക്സ്കവേറ്ററോ JCBയോ അത്തരത്തിലൊന്നും തന്നെ ഇവിടേക്ക് ഹിറ്റാച്ചി ഒന്നും തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെതായ പ്രതിസന്ധി ഇവിടെ നേരിടുന്നുണ്ട്. കാരണം അങ്ങനെ അത് എത്തിയാൽ മാത്രമേ ഈ ഒരു മേഖലയിലേക്ക് മണ്ണ് നീക്കിയും പാറക്കല്ലുകളും മരക്കഷ്ണങ്ങളൊക്കെ നീക്കി അതിന് താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാനും അവർ കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. നിലവിൽ മനുഷ്യൻ്റെ അധ്വാനം മാത്രമാണ് ഇവിടെയുള്ളത്. അവൻ്റെ കൈക്കരുത്ത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പരിശ്രമം ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. അത്രമാത്രം പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് തന്നെയാണ്. അതാ ഇപ്പോൾ സ്നിഫർ ഡോഗുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അഖിൽ, നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. അതായത് ഈ തെരച്ചിലിനെ സഹായിക്കുവാൻ വേണ്ടി സ്നിഫർ ഡോഗ്സിൻ്റെ സാന്നിധ്യം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 3 സ്നിഫർ ഡോഗുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദുരന്തമുണ്ടായ ഇടത്ത് നമുക്കറിയാം, പെട്ടിമുടിയിലാണെങ്കിലും മറ്റിടങ്ങളിലൊക്കെ ആണെങ്കിലും മണ്ണിനടിയിലുള്ള മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ ഈ സ്നിഫർ ഡോഗുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. അവരതിന് പരിശീലനം നേടിയവരാണ്. അപ്പോൾ ഈ ഒരു മണ്ണിനടിയിലുള്ള മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്തുവാൻ സ്നിഫർ ഡോഗുകളുടെ സേവനമാണ് ഇനി ഇവിടെ ഉപയോഗിക്കുന്നത്. സ്നിഫർ ഡോഗുകൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. വളരെ നമുക്കറിയാം, ഇവിടേക്ക് എത്തിച്ചേരുക അത്ര എളുപ്പമല്ല. പക്ഷേ ഈ തരത്തിൽ സാങ്കേതിക സംവിധാനങ്ങളും എല്ലാം പതിയെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈക്കരുത്ത് കൊണ്ട് നടത്താൻ കഴിയുന്ന രക്ഷാപ്രവർത്തനങ്ങളും പരിമിതമായ ഉപകരണങ്ങൾ കൊണ്ട് നടത്താൻ കഴിയുന്ന രക്ഷാപ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്. ശരി, അനുമോദിലേക്ക് തന്നെ ഞങ്ങൾ വരികയാണ്. അനുമോദ്, ആ ദൃശ്യങ്ങൾ തന്നെ ഞങ്ങൾ ഫ്രെയിമിൽ നിർത്തുകയാണ്. ഇതിനിടയിൽ പ്രിൻസ് എന്ന ഒരാൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ബത്തേരിയിൽ നിന്ന്. പ്രിൻസിന്റെ ബന്ധുക്കൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ? അവരെ കാണാതായിട്ടുണ്ടോ? എന്റെ ബന്ധുക്കളല്ല. ഹലോ, പറഞ്ഞോളൂ പ്രിൻസ്. എന്റെ ബന്ധുക്കളല്ല, എന്റെ കൂടെ വർക്ക് ചെയ്ത ചേട്ടന്റെ മോളുടെ അമ്മായിച്ചനും അമ്മായിമ്മയും പിന്നെ അവരുടെ അമ്മയും പിന്നെ അവരുടെ അമ്മായിച്ചന്റെ അഞ്ചന്റെ ഭാര്യയും, അവര് 6 പേരാന്ന് പറഞ്ഞത്. മൊത്തത്തില് 6 പേരും ആ വീട്ടിൽ തന്നെയാണോ ഉണ്ടായിരുന്നേ? 6 പേര് വൈകുന്നേരം രാത്രി, അന്നത്തെ ദിവസം രാത്രി അവിടെ വൈകുന്നേരം ആ വീട്ടിലുണ്ടായിരുന്നേ. ആ പ്രദേശം മുഴുവൻ ഉരുളെടുത്ത മേഖലയാണോ? അതെ, മൊത്തം പോയ, അവരുടെ വീടൊക്കെ കംപ്ലീറ്റ് ഒലിച്ചു പോയ മേഖലയാണ്. ഓക്കെ. അപ്പം നിലവിൽ ഈ നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ നോക്കിയിട്ടും ആരെയും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല? ഇല്ല, ക്യാമ്പുകളൊന്നും അവിടെ നോക്കിയിട്ടൊന്നും അവിടെ നിന്ന് കണ്ടില്ല. പിന്നെ ഇപ്പൊ ഇന്ന് നേരം വെളുത്തപ്പോ കുറച്ച് ആൾക്കാർ നിലമ്പൂര് ഭാഗത്തേക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് അന്വേഷണത്തിന് പോയിട്ടുണ്ട്. ശരി, അദ്ദേഹത്തിന്റെ പേരൊന്ന് പറയുമോ? കാണാതായ ആളുടെ പേര്? രാജെന്ന് പറഞ്ഞ ആളും ബബിത എന്ന് പറഞ്ഞ അവരുടെ അമ്മയുടെ പേര്. ശരി, രാജനും ബബിതയും. തീർച്ചയായും രാജനും ബബിതയും ചൂരൽമല കേട്ടോ. ശരി, തീർച്ചയായും ഞങ്ങളുടെ പ്രതിനിധികളും നിലമ്പൂർ ആശുപത്രിയിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ഈ പേര് കൂടി ഞങ്ങൾ കൈമാറാം. നമുക്ക്